ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ടെൻഷനോടെ നിൽക്കുന്ന വിശാലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പാറു. സുശീൽ ആൻറ്റിയെ ഞാൻ തല്ലിയതിൻ്റെ ദേഷ്യമാണോ വിശാൽ സാറിനെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, അല്ലടോ സാർ, ഞാൻ സുശീൽ ആൻറ്റിയെ തല്ലി കൃത്യസമയത്ത് മുകളിലേക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ ഇന്നിതൊരു മരണ വീടായേനെ. എന്താ പാർവതി താനീ പറയുന്നതെന്ന് ഞെട്ടലോടെ വിശാൽ ചോദിക്കുമ്പോൾ ഗാർഗി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ കാര്യമെല്ലാം തന്നെ പാറു വിശാലിനോട് പറയുന്നു. ഇല്ലടോ, ഞാൻ ഒരിക്കലും തന്നെ തെറ്റു പറയുന്നില്ല. താൻ കാര്യമൊന്നുമില്ലാതെ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാമായിരുന്നെന്നും വിശാൽ പറയുന്നു. തുടർന്ന് പാറു പറയുകയാണ്, സുശീൽ ആൻറ്റിക്ക് ഇനി ഞാൻ വിശദീകരണങ്ങളൊന്നും നൽകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ നൽകുകയാണെങ്കിൽ ഗാർഗി ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യമെല്ലാം പറയേണ്ടി വരും. വിശാൽ സാറും ഈ കാര്യത്തെക്കുറിച്ച് ആരോടും പറയണ്ട. പക്ഷെ പാർവതി, ഇവരുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊന്നും ഒരു പരിഹാരം കണ്ടെത്താനാകില്ല. അതിന് അല്പം സമയമെടുക്കുക തന്നെ ചെയ്യും. നാളെ എന്താണെങ്കിലും താൻ എൻ്റെ ഒപ്പം ഓഫീസിലേക്ക് വരണം. എന്താ കാര്യമെന്ന് പാറു ചോദിക്കുമ്പോൾ കാര്യമുണ്ടെന്നും നേരത്തെ ഇറങ്ങണം, ചെന്നിട്ട് പറയാമെന്നും വിശാൽ പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിനയെയാണ്. അതേസമയം പ്രഭാവതി ദേഷ്യത്തോടെ വിനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ, ഞാൻ നിന്നോട് പറഞ്ഞതെന്താ? നീ എന്താ എന്നിട്ട് പ്രവർത്തിച്ചത്? ഈ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്? അതിനിപ്പോ എന്താ അമ്മയെന്ന് വിനയ് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, നിന്നോട് സ്വത്തുക്കളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ വേണ്ടിയാ വരാൻ പറഞ്ഞത്. ഞാൻ നിന്നോടല്ലേ വരാൻ പറഞ്ഞത്. പിന്നെ നീ നിന്റെ ഗേൾഫ്രണ്ടിനെയും കൊണ്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അതിന് അവൾ കൂടെ വന്നെന്ന് പറഞ്ഞ് എന്താണെന്ന് വിനയ് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതെ, ഗോപിയേട്ടനും വിശാലിനുമൊന്നും അവൾ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി സ്വത്തുക്കളുടെ കാര്യമൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് അവളെ അറിയില്ല. എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്നവളാണ് റിയ. എൻ്റെ അമ്മേ, നമ്മളെക്കാൾ ബുദ്ധിയും തന്ത്രവും ഒക്കെ കൂടിയ ഇനമാത്. നമ്മൾ മനസ്സിൽ കാണുന്ന നേരത്ത് അവളത് വർക്കൗട്ട് ചെയ്തെടുക്കും. അവള് നമുക്കൊരു അസറ്റായിരിക്കും. നമ്മുടെ പ്ലാനിങ്ങിൽ അവളെയും കൂടെ കൂട്ടിയാലേ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കും. അതുകൊണ്ടാണ് ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അവൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ അറിയാം. ഞാനും ഗാർഗിയുമായിട്ട് കുറേ നാളായിട്ട് അടുപ്പമൊന്നുമില്ലെന്നും ഗാർഗിക്ക് ഒരിക്കലും അമ്മയാകില്ലെന്നും ഒക്കെയാണ് ഞാൻ അവളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചാൽ അത്രയും നല്ലത്. ഇപ്പോൾ സ്വത്തുക്കളെല്ലാം എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് നീ പറ. അമ്മേ, സ്വത്തുക്കളെല്ലാം അവൻ പോലും അറിയാതെ നമ്മുടെ പേരിലേക്ക് മാറ്റി എഴുതാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. ഞാൻ അമ്മയ്ക്ക് കുറച്ച് പേപ്പറുകൾ തരാം. അമ്മ അതിൽ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിടിയിക്കണം. പിന്നെ അത് പവർ ഓഫ് അറ്റോർണി ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അവൻ എന്താണെങ്കിലും ഒപ്പിട്ട് തരുമല്ലോ എന്ന് വിനയ് പറയുമ്പോൾ അതെ, അവൻ ഒപ്പിട്ട് തരുമെന്ന് പ്രഭാവതിയും പറയുന്നു. അങ്ങനെ വിനയ് അവിടുന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് സുശീലയാണ്. തൻ്റെ കവിള് കണ്ണാടിയിൽ നോക്കുകയാണ് സുശീല. എന്നാലും പാർവതി, എന്തടിയാ നീ അടിച്ചത്? നിന്നെ ഞാൻ വെറുതെ വിടാനേ പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഗാർഗി സുശീലയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ആൻറ്റി, പാർവതി ആൻറ്റിയെ തല്ലിയല്ലേ? ഞാൻ അറിഞ്ഞിരുന്നു. ഇത് കേൾക്കുന്ന സുശീല ദേഷ്യത്തോടെ പറയുകയാണ്, നിനക്ക് വേണ്ടിയാ അവൾ എന്നെ തല്ലിയത്. നീയേ എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ അവളോടുള്ള ദേഷ്യം ഞാൻ നിന്നോടായിരിക്കും തീർക്കാൻ പോകുന്നതെന്നൊക്കെ സുശീല ദേഷ്യത്തോട് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പാറു വരികയാണ്. പെട്ടെന്ന് ഗാർഗിയുടെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് സുശീല. പാർവതി, നീ എന്നെ തല്ലിയതിൽ എനിക്ക് ഒരു പരാതിയുമില്ല കേട്ടോ എന്ന് പറഞ്ഞ് സുശീല ഗാർഗിയും കൊണ്ട് അവിടുന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ് പാർവതി. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി വിനയ് കൊടുത്ത പേപ്പറുകളുമായി വിശാലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. മോനെ, ലക്ഷ്മിപുരത്ത് നമ്മൾ ഗായത്രിയുടെ പേരിൽ ഒരു ആശ്രമം പണി കഴിപ്പിക്കുന്നില്ലേ? അതിൻ്റെ പണികളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ഫണ്ടിനെന്തോ പ്രശ്നമെന്നാ പറഞ്ഞത്. ഫണ്ട് റിലീസ് ചെയ്യാനുള്ള പേപ്പറുകളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം മതിയെന്ന് പ്രഭാവതി പറയുന്നു. എങ്കിൽ അമ്മ ആ പേപ്പറിങ് തന്നെ. ഒരു കാരണവശാലും ആശ്രമത്തിൻ്റെ പണി നിന്നു പോകാൻ പാടില്ല. അത്രയും പറഞ്ഞുകൊണ്ട് പ്രഭാവതിയുടെ കയ്യിൽ നിന്നും പേപ്പറുകൾ വാങ്ങുകയാണ് വിശാൽ. അങ്ങനെ വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, നീ ഇതിൽ ഒപ്പിട്ടിട്ട് വേണം ആ പാർവതിയെ എനിക്കൊന്ന് ചുറ്റിക്കാൻ. നിനക്ക് എന്നോടുള്ള വിശ്വാസം നന്നായി, അതുകൊണ്ടല്ലേ നീ ഇത് വായിച്ചു പോലും നോക്കാതെ ഒപ്പിടാൻ പോകുന്നത്. അതേസമയം വിശാലിനുള്ള കാപ്പിയുമായിട്ട് പാറു അങ്ങോട്ടേക്ക് വരികയാണ്. പ്രഭാവതിയെ കണ്ടുകൊണ്ട് പാറു പറയുകയാണ്, ഇവര് എന്തോ പുതിയ പദ്ധതിയുമായിട്ടാ വന്നിരിക്കുന്നതെന്നാ തോന്നുന്നത്. പാറുവിനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. അതേസമയം പേനയെടുത്തുകൊണ്ട് ഒപ്പിടാനായി വിശാൽ വരികയും വിശാലിന്റെ കൈതട്ടി ആ കാപ്പി മുഴുവൻ ആ പേപ്പറിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പ്രഭാവതി ഞെട്ടലോടെ നിൽക്കുമ്പോൾ
ചിരിച്ചുകൊണ്ട് പ്രഭാവതിയെ നോക്കുകയാണ് പാർവതി. പാർവതി, നീ എന്തായി കാണിച്ചതെന്ന് പ്രഭാവതി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ വിശാല പറയുകയാണ്, അമ്മ അതിന് പാർവതിയല്ലല്ലോ, എന്റെ കൈ തട്ടിയല്ലേ മറിഞ്ഞത്. എന്താണെങ്കിലും ഫണ്ടിന്റെ കാര്യത്തില് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. വേണ്ട പേപ്പേഴ്സ് എല്ലാം ഞാൻ വക്കീലിനോട് പറഞ്ഞ് ഇപ്പൊ തന്നെ റെഡിയാക്കിക്കൊള്ളാമെന്ന് വിശാല പറയുമ്പോൾ ദേഷ്യത്തോടെ പ്രഭാവതി അവിടുന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് റിയയാണ്. ബെഡിൽ കിടന്നുകൊണ്ട് കോഫി കോഫി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിയ. അതേസമയം ഗാർഗി കോഫിയിൽ എന്തോ ചേർത്തുകൊണ്ട് റിയയ്ക്ക് കൊടുക്കാനായി ചെല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് വിനയെയും പ്രഭാവതിയുമാണ്. അമ്മ പേപ്പറിലെല്ലാം ഒപ്പിട്ട് വാങ്ങിയോ എന്ന് വിനയ് ചോദിക്കുമ്പോൾ ആ പേപ്പർ എടുത്ത് കാണിക്കുകയാണ് പ്രഭാവതി. ഇതാകെ നനഞ്ഞല്ലോ എന്ന് വിനയ് പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പ്രഭാവതി പറയുന്നു. ആ സമയം തന്നെ അമ്മയ്ക്ക് അവർക്കിട്ട് ഒന്ന് പൊട്ടിച്ചൂടായിരുന്നോ എന്ന് വിനയ് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന സുശീല പറയുകയാണ്, അതെ, ഇപ്പൊ ഈ വീടും ഓഫീസും ഒക്കെ ഭരിക്കുന്നത് പാർവതിയാണ്. അവളെ തല്ലാൻ ചെന്നാലേ നിങ്ങൾക്കും എനിക്ക് കിട്ടിയതുപോലെ തന്നെ കിട്ടും. ഇത് കേൾക്കുന്ന വിനയ് ദേഷ്യത്തോട് പറയുകയാണ്, അതവൾക്ക് വിനയ് ആരാണെന്ന് അറിയാത്തതുകൊണ്ടാ. എന്റെ അടുത്ത് അവളുടെ കളികളൊന്നും നടക്കില്ല. അവളെ ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിനയ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് റിയയ്ക്ക് കോഫി കൊടുക്കുന്ന ഗാർഗിയെയാണ്. നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്റെ ബെഡ് സൈഡിൽ കോഫി വേണമെന്ന് റിയ പറയുമ്പോൾ ഉത്തരവ് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഗാർഗി പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ഗാർഗി റിയയ്ക്ക് കോഫി കൊടുക്കുകയാണ്. റിയ കോഫി കുടിക്കുന്നതും നോക്കി നിൽക്കുന്ന ഗാർഗിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.